ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നൈറ്റ് ഡ്രസ്സാണ് കുട്ടികളുടെ. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റ് ഡ്രസ്സാണ്. ഇതിൻ്റെ 3/4 പാൻറ്റും വരും. അതിനോടൊപ്പം തന്നെ ടോപ്പ് വരുന്നത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡൽ, നമ്മൾ തലയിൽ കൂടി ഇട്ട് ഇടാവുന്ന രീതിയിലുള്ള. ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ബട്ടണൊന്നും വേണ്ട, തലയിൽ കൂടി ഇടാവുന്ന രീതിയിൽ നമുക്ക് ഇത്തിരി ലൂസായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നോർമൽ കഴുത്ത്, ഷോർട്ട് സ്ലീവ്, ലെങ്തി ആയിട്ടുള്ള ടോപ്പ്. എന്നാൽ ബാക്ക് സൈഡിൽ ചെറിയ ഒരു ഓപ്പണിംഗ് കൊടുത്ത് അവിടെ ഒരു കെട്ട് വെക്കുന്നുണ്ട്. നോട്ടിടാൻ ഭാഗത്തിന് ഒരു വള്ളി 2 കൊടുത്ത് കെട്ടിടാൻ ഭാഗത്തിന് റെഡിയാക്കുന്നുണ്ട്. കാരണം കഴുത്ത് ഇപ്പോൾ ഇത്തിരി ലൂസായിട്ടിരുന്നാൽ ഇടുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്ത് അവിടെ ഒരു കെട്ട് വെച്ച് കൊടുക്കുന്നത്. ബാക്ക് സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത്. പിന്നെ നമ്മൾ ഇലാസ്റ്റിക് മോഡല് 3/4 പാൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തുണി വിരിച്ചെടുത്തിട്ട് ഇതാ നമുക്ക് വണ്ണം വേണ്ടതിനനുസരിച്ച്, ഇപ്പോൾ ഈ കുട്ടിയുടെ വണ്ണത്തിൽ എനിക്ക് സീറ്റിൻ്റെ അളവ് വരുന്നത് 8.75 അപ്പം ഞാൻ 8.75 പ്ലസ് 2 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ ഞാനിപ്പോൾ ഒരു 13 ഇഞ്ചിൽ ഇത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഫോൾഡിങ്ങോടുകൂടി ഇട്ടിരിക്കുകയാണ്. ഇത് 1 പീസാണ്. അപ്പോൾ അത് ഞാൻ 2 പീസിലേക്ക് ആക്കുകയാണ്. ഓക്കെ, ലെങ്ത് വരുന്നത് 27 ഇഞ്ചാണ്. അപ്പം നമ്മൾ 27 പ്ലസ് ഒരു 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് 27ൻ്റെ കൂടെ 29 ഇഞ്ച് എടുക്കുന്നു. 29 ഇഞ്ച് ലെങ്ത് എടുത്ത് മടക്കുകയാണ്. ഓക്കെ, കണ്ടോ? ഇങ്ങനെ ഇതിപ്പോൾ അതാ ഇവിടെ 2 പീസായി. നമുക്ക് ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മടക്കിയിട്ടത്. പിന്നെ നമുക്ക് തുണി അപ്പുറത്തേക്ക് ബാക്കിയുള്ളത് പാൻറ്റിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഷോൾഡർ വിഡ്ത്ത് എടുക്കുന്നത് 6 ഇഞ്ചാണ്. അതുപോലെ തന്നെ ആം ഹോളിലേക്കുള്ള ഇറക്കവും 6 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് കൈക്കുഴി വരയ്ക്കാം. ആദ്യം ഷോൾഡറിൽ നിന്ന് കൈക്കുഴിയിലേക്ക് മാർക്ക് ചെയ്തു. അതുപോലെ ചെസ്റ്റിൻ്റെ പോർഷനും മാർക്ക് ചെയ്ത് കൈക്കുഴി കണ്ടിന്യൂ ചെയ്തു. ഒന്നേകാല് മാർക്ക് ചെയ്ത് നമ്മൾ 2.5 മാർക്ക് ചെയ്ത് കൈക്കുഴി വരയ്ക്കുകയാണ്. 2 കൈക്കുഴി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടുക. ഓക്കെ, ഇനി ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യാണ്. ടോട്ടൽ ടോപ്പിന്റെ ലെങ്ത് നമ്മൾ 27 ആണ് പറഞ്ഞത്. പ്ലസ് നമ്മൾ 2 ഇഞ്ച് 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൂടി ഇട്ട് 29 ആണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. 29 അവിടെയാണ് നമ്മൾ സീറ്റിന്റെ മെഷർമെന്റ് എടുക്കുന്നത്. സീറ്റിന്റെ വണ്ണം നമുക്ക് വന്നിരിക്കുന്നത് 8.75 അപ്പോൾ നമ്മൾ അവിടെ 8.75 മാർക്ക് ചെയ്യാം. പ്ലസ് 2 ഇഞ്ച്. ഓക്കെ, എന്നിട്ട് വേസ്റ്റിന്റെ അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്യാണ്. ഇപ്പുറത്തെ സൈഡ് നമ്മൾ 29 മാർക്ക് ചെയ്ത് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാം. ഫുൾ ലെങ്ത്. അതിൽ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക. ഈ ഒരു സീറ്റിന്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കയറ്റി വരയ്ക്കുക. എന്നിട്ട് അത് നമ്മുടെ താഴത്തെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുക. ഉണ്ട് ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ലൈൻ. നമ്മൾ ഫ്രോക്കിന്റെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചപ്പോഴത്തേക്കും യോക്ക് പോർഷന് നമ്മൾ ഇങ്ങനെ ചെയ്തായിരുന്നു. ഓക്കെ, അതുപോലെ ചെയ്തെടുക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ,
കൈക്കുഴി നമ്മൾ ബാക്ക് പീസിന്റെ അളവിൽ വെട്ടുകയാണ്. ഇപ്പം നമ്മൾ വെട്ടിയെടുത്തു. ഇനി നമ്മൾ നെക്ക് വൈഡും കഴുത്തിന്റെ ഇറക്കവും മാർക്ക് ചെയ്തില്ല, അപ്പൊ അത് നമുക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വൈഡ് എടുക്കുന്നത് നമുക്ക് വേണ്ടത് 2.25 അപ്പൊ നമ്മൾ 2.5 മാർക്ക് ചെയ്തു. 2.5 മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം വരുന്നത് 4 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം വരുന്നത്. അപ്പൊ 1/2 ഇഞ്ച് ഷോൾഡറും കൂടി കൂട്ടി 4.5 വരും. ഇവിടെ പക്ഷെ നമുക്ക് അടിച്ച് മറിക്കാനായിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് വിട്ടു കൊടുക്കണം. അപ്പം 4.25 1/4 മാർക്ക് ചെയ്ത് ഒരു യു പോലെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇതിപ്പോ ഫ്രണ്ട് ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. ബാക്ക് പീസ് നമ്മൾ അത്ര ഇറക്കുന്നില്ല. ബാക്ക് പീസിന്റെ അളവ് നമ്മൾ എടുക്കുന്നത് ഒരു 2 ഇഞ്ചൊക്കെ എടുക്കുന്നുള്ളൂ. 2 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു കർവ് പോലെ ഓപ്പണിങ് കൊടുത്തിട്ടാണ് നമ്മൾ അതിൽ കൂടി വള്ളി വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് ഈ വൈഡിൽ നിന്ന് 2 ഇഞ്ചിലേക്ക് കർവ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടും ബാക്കും ആയി. ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിന്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ഷോൾഡറിന്റെ ഇവിടെ ഫോൾഡിങ് ഉള്ളതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഫ്രണ്ട് പീസിനെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് കൈക്കുഴിയും നെക്കും കട്ട് ചെയ്യാം. ഫ്രണ്ട് പീസാണ്. ഇതാണ് നമ്മുടെ ബാക്ക് പീസ്. ബാക്ക് പീസിന്റെ അളവിൽ ബാക്കിലുള്ള ആ കർവിന്റെ ഒരു ഓപ്പണിംഗ് ഉള്ള ആ ഒരു പോർഷൻ കൂടി നമുക്ക് ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാം. നമ്മളൊരു 1.5 ഇഞ്ച് വലിപ്പത്തിലാണ് നമ്മളത് ഇടുന്നത്. ചെറിയൊരു ഓപ്പണിംഗ് ആണ് കേട്ടോ, ഒരുപാട് വലുതല്ല. നമ്മൾ വൈഡ് എടുക്കുന്നത് 3/4 ഇഞ്ച് ഓപ്പണിംഗ് എടുക്കാം. എന്നിട്ട് നമ്മൾ അതൊരു ഡ്രോപ്പ് ഷേപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ഡ്രോപ്പ് ഷേപ്പിന്റെ ലെങ്ത് ഞാൻ 2 ഇഞ്ചിന് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് ലെങ്ത്, 2 ഇഞ്ച് ലെങ്ത് ഡ്രോപ്പ് ഷേപ്പിന് എടുത്തിട്ടുണ്ട്. വൈഡ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 3/4 ഇഞ്ച്, 3/4 ഇഞ്ചില്ല, 1/2 ഇഞ്ച് പ്ലസ് 1 പോയിന്റും കൂടി ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതും കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സ്ലീവും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിങ് പാർട്ട് കഴിഞ്ഞു. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എന്താ ഇപ്പം നമ്മൾ 2ആയിട്ട് മടക്കി, ഇത് ഫോൾഡിങ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫോൾഡിങ് വരുന്ന രീതിയിൽ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് 4.5 ആണ്. 4.5യുടെ കൂടെ നമ്മൾ ഇവിടെ മറിച്ച് അടിക്കാൻ നമ്മൾ ലൈനിങ് ഇടാണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മടക്കി അടിക്കാൻ 1 ഇഞ്ച് വേണം, മുകളിൽ 1/2 ഇഞ്ച് വേണം. അപ്പൊ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇടണം. 4.5യുടെ കൂടെ 1.5 കൂടി വരുമ്പോഴത്തേക്കും 6 ഇഞ്ച് ലെങ്ത് നമുക്ക് വേണം. 6 ഇഞ്ച് ലെങ്ത് സ്ലീവിന്റെ ലെങ്ത് വരുന്നുണ്ട്. 1.5 സ്റ്റിച്ചിങ് അലവൻസ് ആണ്. നമുക്ക് ആം ഹോൾ വരുന്നത് 6.25 ആണ്. 6.25 പ്ലസ് 2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക. നമ്മൾ ലെങ്ത് എടുത്തത് 6 ഇഞ്ചാണ്, 6 ഇഞ്ച് ലെങ്ത് ആണ് എടുത്തത്. അവിടെ നിന്നൊരു 4.25 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിത് ഒരു സ്ലാൻഡിങ് ലൈനായിട്ട് മാർക്ക് ചെയ്യാം.
ഓക്കെ. സ്ലീവ് റൗണ്ട് വരുന്നത് നമുക്ക് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് എന്ന് പറയുമ്പോൾ 4.5 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. ഇവിടെ നമുക്ക് ആം ഹോൾ വരുന്നത് 6.25 6.25 മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ കൈക്കുഴിയും സ്ലീവ് റൗണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ കർവ് ചെയ്ത് വരച്ചിട്ടില്ല, അപ്പൊ അത് ആദ്യം വരയ്ക്കാം. കർവ് ചെയ്ത് വരച്ചു. ഇനി നമ്മൾ കുഴിച്ച് വരയ്ക്കുകയാണ്. ഓക്കെ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ടിലുള്ള ഫോൾഡിങ് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കൈക്കുഴി നമ്മൾ കുഴിച്ചു വെട്ടാം. ഇപ്പോൾ ടോപ്പിൻ്റെ കട്ടിങ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പാൻ്റാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. പാൻറ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ 2 ഇഞ്ച് ഇലാസ്റ്റിക്കിനായിട്ട് മാറ്റുക. 2 ഇഞ്ച് ഏറ്റവും ടോപ്പിൽ എലാസ്റ്റിക് മടക്കി അടിക്കാനുള്ളതാണ് ഈ ഒരു 2 ഇഞ്ച് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ലെങ്ത് എടുക്കാനായിട്ട്. പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് 26.5 ആണ്. അപ്പോൾ 26.5 മാർക്ക് ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മടക്കി അടിക്കാനായിട്ട് വേണം ഏറ്റവും അടിവശത്ത്. അത് 1 ഇഞ്ച് എന്നുള്ളത് ഒരു 1.5-2 ഇഞ്ച് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പം ലെങ്ത് കുറവാണെങ്കിൽ നമുക്കൊന്നും മടക്കി നീട്ടി കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഉള്ളിലേക്ക് മടക്കി വെക്കുകയാണ്. 25.5 മാർക്ക് ചെയ്തു. പ്ലസ് ഒരു 2 ഇഞ്ച് എക്സ്ട്രയും ഇട്ടിട്ടുണ്ട്. അത് മടക്കി അടിക്കുമ്പോൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഓക്കെ. ഇവിടെയാണ് ഇതിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. 2ആയിട്ട് മടക്കിയിട്ടിട്ടു വീണ്ടും ഒന്നുകൂടി മടക്കി. ഓക്കെ. അപ്പോൾ ഇവിടെ ഫോൾഡിങ് വരുന്ന പോലെ ഇവിടെയാണ് നമ്മുടെ ക്രോച്ചിൻ്റെ ലെങ്ത് വരുന്നത്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ വരച്ച 2 ഇഞ്ച് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ താഴെയാണ് നമ്മൾ ക്രോച്ചിൻ്റെ ലെങ്ത് എടുക്കുന്നത്. നമുക്കിപ്പോൾ പാൻറ്റിൻ്റെ വിഡ്ത്ത് വേണ്ടത്, നമ്മളിത് ഇലാസ്റ്റിക് മോഡലിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ലൂസ് വേണം, എന്നാലേ പിള്ളേർക്കത് കയറ്റിയിടുമ്പോൾ അത് വലിഞ്ഞു വരുള്ളൂ. ഓക്കെ. ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് നമ്മളിപ്പോൾ എടുക്കുന്നത് നമ്മുടെ സീറ്റിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 5 ഇഞ്ച് ആഡ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഈ കുട്ടിയുടെ സീറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 31 ആണ്. 31 + 5 അപ്പോൾ 36 ആണ്. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് നമുക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ചാണ് നമ്മൾ പാൻറ്റിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ക്രോച്ചിൻ്റെ ലെങ്ത് വരുന്നത് നമ്മൾ സീറ്റിൻ്റെ വിഡ്ത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് 31നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടുന്നത്. അപ്പോൾ 10ൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. ഈ 2 ഇഞ്ച് മുകളിലെത്തത് കഴിഞ്ഞിട്ടാണ് കേട്ടോ 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് ക്രോച്ചിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാണ്. ഓക്കെ. ഇനി ക്രോച്ച് ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് ഈ കർവ് മാർക്ക് ചെയ്യാം. കാലിൻ്റെ ഇവിടുത്തെ വണ്ണം നമ്മളൊരു 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ച് + 2 ഇഞ്ച് തയ്യൽ തുമ്പ്.
ഓക്കെ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. ക്രോച്ചിൻ്റെ അവിടുന്ന് ഈ തയ്യൽ തുമ്പിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ വേറെ ഇതിന് സെപ്പറേറ്റ് പീസൊന്നും ആക്കുന്നില്ല. ഈ ഒരു പീസ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ ടോപ്പിന്റെ സ്റ്റിച്ചിങ് തുടങ്ങുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടിന്റെ കഴുത്ത് റെഡിയാക്കി എടുക്കുകയാണ്. അത് നമ്മൾ ക്രോസ് പീസ് കൊടുത്തിട്ട് നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ക്രോസ് പീസ് കൊടുത്ത് മറിച്ചിടുകയാണ്. അത് ഫ്രണ്ട് പീസിന്റെ ഈ കഴുത്തും ബാക്ക് പീസിന്റെ ഈ ഒരു ഷേപ്പ് അങ്ങനെ ചെയ്യണ്ട. ഈ ഒരു മോൾ വശത്തെ കഴുത്തും അതുപോലെ തന്നെ ചെയ്യണം. ഇത്രയും ഭാഗം ഈ ഡ്രോപ്പ് ഷേപ്പിന്റെ കഴുത്ത് നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. അത് ഒരു വള്ളിയോട് കൂടിയാണ് ചെയ്യുന്നത്. വള്ളി അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ സെപ്പറേറ്റ് അല്ല, ഇതിനോട് ചേർന്ന് വരുന്ന രീതിയിൽ ആണ് ചെയ്യുന്നത്. ഞാൻ കാണിക്കാം. അപ്പൊ ഇപ്പൊ കഴുത്തുകൾ രണ്ടും റെഡിയാക്കിയിട്ട് കാണിക്കാം. അതായത് നമ്മൾ ബാക്ക് പീസിന്റെ ഈ ഒരു മോൾ വശം രണ്ടും പീസ് കൊടുത്ത് ക്രോസ് പീസ് കൊടുത്ത് മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതാണ് റെഡിയാക്കാനുള്ളത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് പീസും നമ്മൾ കഴുത്ത് പീസ് കൊടുത്ത് അടിച്ചു മറിച്ചെടുത്തു. ഓക്കെ, ബാക്ക് പീസിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വള്ളിയോട് കൂടിയിട്ടാണ് ക്രോസ് പീസ് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇതായപ്പോൾ നമ്മൾ ക്രോസ് പീസ് മടക്കിയെടുത്തത് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് മടക്കി ഇങ്ങനെ മടക്കാൻ പാകത്തിന് അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ? ഇത് നമ്മൾ ഈ ഒരു കഴുത്തിന്റെ ഭാഗത്ത് വെച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ വള്ളി കുറച്ച് ഭാഗത്തേക്ക് തള്ളിയിട്ടിട്ട് കെട്ടാൻ ഭാഗത്തിന്, എന്നിട്ട് ഇത് ഈ കഴുത്തിന്റെ ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്ത് നമ്മൾ അടിക്കുകയാണ്. ഇങ്ങനെ കണ്ടോ? ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പം നമ്മൾ ബാക്ക് പീസ് എൻ്റെ അവിടെ നമ്മൾ വള്ളി വെച്ച് കൊടുത്തു. ആ ക്രോസ് പീസ് കണ്ടിന്യൂ ചെയ്ത് വള്ളി പോലെ ആക്കി കെട്ടാവുന്ന പാകത്തിന്. ഇനി നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാണ്. ഷോൾഡറുകൾ ജോയിൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യാണ്. ഓക്കെ, സ്ലീവിൻ്റെ പോർഷൻ നമ്മൾ അറ്റം വശം മടക്കി അടിച്ചു. ഇനി നമ്മൾ അത് ബോഡി പാർട്ട് ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആം ഹോളിൻ്റെ അളവിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും ഷോൾഡറുകൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെസ്റ്റും വേസ്റ്റിൻ്റെയും സീറ്റിൻ്റെ അളവിൽ ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ താഴത്തെ അടിവശം, ഏറ്റവും അടിവശം മടക്കി അടിക്കുന്നുണ്ട്. മടക്കി അടിച്ചതിന് ശേഷം ഷേപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഷേപ്പ് ചെയ്തതിന് ശേഷമാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത്. ഇത് ടോപ്പിൻ്റെ പണി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പാൻറ്റിന് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസിൽ നമ്മൾ ആദ്യമേ തന്നെ 2 പീസ് ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ പീസിൽ ഏറ്റവും അടിവശം കാലിൻ്റെ വശം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരുന്നു. അത് നമ്മൾ മടക്കി അടിക്കുകയാണ് ഉള്ളിലേക്ക് വെച്ചിട്ട്. ഓക്കെ, നമ്മൾ അടിവശം മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി ചീത്തവശം പുറത്തേക്ക് വരുന്ന പോലെ എടുക്കുക. എന്നിട്ട് 2ആയിട്ട് മടക്കുക. എന്നിട്ട് നമ്മൾ അടിവശത്തുനിന്ന് നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ വശത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. അപ്പം നമ്മൾ 2 കാലും ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ ക്രോച്ച് പോയിൻ്റിൻ്റെ അവിടെ നിന്ന് 2 സൈഡിൽ നിന്നും ഒരുമിച്ചെടുത്ത് ജോയിൻ ചെയ്യാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്ക് ഫുള്ളോടെ ജോയിൻ ചെയ്തെടുക്കുക.
നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ പാൻറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ കാലിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ 2 കാലും തമ്മിൽ ക്രോച്ച് പോയിന്റിൻ്റെ അവിടുന്ന് ജോയിൻ ചെയ്യാണ്. ഇവിടുന്ന് ജോയിൻ ചെയ്ത് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മുകളിൽ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരുന്നു നമ്മുടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട്. ആ ഭാഗം നമ്മൾ മടക്കി അടിക്കുകയാണ് ഇങ്ങനെ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇലാസ്റ്റിക് നമ്മൾ ഇതിന് ഇടാനായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് 23.5 ഇഞ്ച് ലെങ്തിലുള്ള ഒരു പീസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എലാസ്റ്റിക്കിൻ്റെ വണ്ണം വരുന്നത്, നമ്മുടെ അവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 25.5 അപ്പോൾ 2 ഇഞ്ച് കുറച്ചാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗം ജോയിൻ ചെയ്ത് എലാസ്റ്റിക് ഇടുന്ന ഭാഗവും സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇവിടെ കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇനി ഇതിലൂടെ ഇത് കയറ്റി ഇപ്പുറത്തോടെ എടുത്ത് നമ്മൾ ഈ എലാസ്റ്റിക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ എലാസ്റ്റിക് ഇട്ടെടുത്തു. എന്നിട്ട് അത് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് നിന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഈ സെൻറ്ററിൽ കൂടി ഈ എലാസ്റ്റിക് ഒന്ന് അടിക്കാൻ പോവാണ്. അത് നമ്മൾ സെൻറ്ററിൽ കൂടി അടിക്കുമ്പോൾ ഈ എലാസ്റ്റിക്കിനെ വലിച്ചു പിടിച്ചിട്ട് അടിച്ചു പോവുക. ഓക്കെ, അതായത് നമ്മുടെ പാൻറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, ടോപ്പിൻ്റെയും പണി കഴിഞ്ഞതാണ്. ഉണ്ടോ, ടോപ്പും പാൻറ്റും കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. കാരണം പിള്ളേർക്കൊക്കെ വീട്ടിലിട്ട് നടക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ ക്രോച്ച് പോയിന്റിൻ്റെ അവിടത്തെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ ക്രോച്ച് ഉണ്ടാവണം. ക്രോച്ച് കർവ് എന്തായാലും വരച്ചിട്ട് വേണം നമ്മൾ പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതല്ലാണ്ട് വരുമ്പോഴാണ് പിള്ളേർ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് കീറിയൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.